ആണ് ഐറ്റം. ലൈറ്റ് ഇട്ടിട്ട് കുത്തബ് മിനാർ കാണുന്ന ഒരു വേറെ ഭംഗിയാണ്, പകൽ കാണുന്ന പോലെ അല്ല. അപ്പോൾ 1974 മുമ്പ് ഇതിനകത്ത് ശരിക്കും ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ആൾക്കാർ ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് 3 ടണ്ണോളം ഭാരം ഉണ്ടായിട്ട് ഫുള്ളായിട്ട് അതിനുള്ള ഉണ്ടാക്കിയിട്ട് ഇതുവരെ തുരുമ്പെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് കുത്തബ് മിനാറിലാണ് ഇപ്പോൾ ഉള്ളത്, നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്താട്ടോ. അതായത് നമ്മൾ ആശാൻ്റെ കൂടെയാണ് ഇത്ര ദിവസം നമ്മൾ ഇന്ന് ആശാൻ്റെ റൂമിലാണ് നിന്ന്. അവിടുന്ന് നമ്മൾ ചുമ്മാ ജനലോറ് നോക്കി കഴിഞ്ഞാൽ കുത്തബ് മിനാറാണ് നമ്മുടെ തൊട്ട് പറയുള്ളത്. നമുക്ക് ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുത്തബ് മിനാർ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ ഉള്ളൂ ഇങ്ങോട്ട് നമുക്ക് വരാനായിട്ട്. അതൊരു 300 താഴെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ആശാൻ്റെ പരിചയപ്പെടുത്താം. പേര് പറഞ്ഞേ? ആൽബിൻ. നാട്ടിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു വർക്ക് ചെയ്യുന്നത്, ഫിറ്റ്നസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. എത്ര കൊല്ലം ഡൽഹി വന്നിട്ട്? 5 കൊല്ലം ഇവിടെ വന്നിട്ട്. നാട്ടിൽ പോയായിരുന്നു? നാട്ടിൽ ഇടയ്ക്ക് ഈസ്റ്റർ ഒക്കെ കൂടാൻ വേണ്ടി നൈസായിട്ട് പോയി. ഞങ്ങളുടെ കൂടെ കുറച്ചേറെ കൊറോണ ഞങ്ങളുടെ ആശാനായി വിളി. അതന്നെ, ട്രെയിനർ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് കസർത്തായിരുന്നു കാര്യം. ഇപ്പൊ മെലിഞ്ഞ പോലെ എല്ലും പോലായി. അത് വേറെ ആശാനാണ് നമ്മുടെ ഇവിടുത്തെ കുക്ക്, ഷെഫ്, എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ആശാനാട്ടോ. ഞങ്ങൾക്ക് നല്ല ഒന്നാന്തര ബീഫ്. പിന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഗോബി മഞ്ച് വരെ അടിപൊളിയായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കും. പിന്നെ പുള്ളിക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. എന്നാലും പുള്ളി അത്യാവശ്യം ഞങ്ങളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടെന്ന് പറയാമല്ല. ഒരു രാവിലെ പറ്റുന്ന പോലെ ഉണ്ട്. പുള്ളി 6 മണിക്ക് പോയി പുള്ളി 8 മണി 10 മണി കഴിയാൻ വരും. പിന്നെ കുറച്ച് നേരം പുള്ളി കിടന്ന് ഉറങ്ങും. പിന്നെ അടുത്ത് വർക്കിന് പോകും. അങ്ങനെയാണ് പുള്ളി നടക്കുന്നത്. അപ്പം നമ്മൾ കുത്തബ് മിനാറിന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിത് എവിടെ നിന്നാണ് ശരിക്കും നമ്മൾ പാസും കാര്യങ്ങളൊക്കെ എടുത്തത്. പാസ് അതെ 35 അല്ലേ? 35 രൂപ. ഇതാണ് കുത്തബ് മിനാർ. അപ്പം നമുക്ക് കുത്തബ് മിനാറിന് അങ്ങോട്ട് പോവാം. ഇതല്ലേ ഇവിടെ ഇപ്പോൾ ഫുള്ളായിട്ടൊരു പൊടിക്കാറ്റാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളിത് കുത്തബ് മിനാറിൻ്റെ ചോട്ടിലാണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അലായി ദർവാസ എന്ന് പറഞ്ഞ സംഭവം, പിന്നെ ഇമാം ജാമിൻ സ്റ്റോമുണ്ട്. അപ്പോൾ കണ്ടല്ലേ കുത്തബ് മിനാർ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ 1974 മുമ്പ് ഇതിനകത്ത് ശരിക്കും ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ആൾക്കാർ ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അന്ന്. പിന്നെ വേറെ കാഴ്ച വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് പോകുന്ന എല്ലാ ഫ്ലൈറ്റും ഈ ഒരു കുത്തബ് മിനാറിൻ്റെ മുകളിലേക്കിടാണ് പോണേ. അപ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ ഒത്തിരി ഫോട്ടോസിനകത്ത് ഉണ്ടായിരുന്നു. ഇതുകൊണ്ടല്ലേ ഫ്ലൈറ്റ് വന്നിട്ടല്ലേ തൊട്ട് ചേർന്നാണ് കുത്തബ് മിനാറിൻ്റെ. പിന്നെ ഈ കുത്തബ് മിനാറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 238 ഫീറ്റാണ്. ഏകദേശം ഒരു 72.1 മീറ്റർ വരും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോൺ കൊണ്ടുള്ളൊരു പില്ലറാണ് ശരിക്കും കുത്തബ് മിനാർ. അപ്പോൾ നമുക്ക് ഒത്തിരി തന്നെ ചെറുപ്പത്തിലൊക്കെ തന്നെ ഒത്തിരി തന്നെ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. കുത്തബ് മിനാർ ഒക്കെ തന്നെ നമ്മൾ പഠിക്കാനൊക്കെ ചെറുപ്പത്തിലിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടല്ലേ ഇതിലൊക്കെ ഈ ഒരു സംഭവങ്ങളെല്ലാം അടിപൊളിയായിട്ട് കണ്ട് കുഞ്ഞ് രണ്ടാൻ്റെ ഇങ്ങോട്ടാ. അപ്പോൾ ഈ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കാണ് ശരിക്കും നമുക്ക് കുത്തബ് മിനാർ കുറച്ചുകൂടി അടിപൊളിയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൻ്റെ ചോട്ടിലും കാര്യങ്ങളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ പൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ആ ലൈറ്റ് കിട്ടുന്നത് എന്തായാലും കാണിച്ചിട്ടാണ് ഞാൻ പോകുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു കുത്തബ് മിനാറിൻ്റെ ചോട്ടിൽ തന്നെ ആയിട്ട് ഇവിടെ അയൺ പില്ലർ ഓഫ് ഡൽഹി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി തന്നെ പഠിച്ചിട്ടുണ്ട്. ഈ അയൺ പില്ലർ ശരിക്കും ഏകദേശം ഒരു 3 ടൺ ഭാരമുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഇത്രയും 3 ടണ്ണോളം ഭാരം ഉണ്ടായിട്ട് ഫുള്ളായിട്ട് അയണിൽ ഉണ്ടാക്കിയിട്ട് ഇതുവരെ തുരുമ്പെടുത്തിട്ടില്ല എന്നുള്ളതാണ്. ചന്ദ്രഗുപ്ത രണ്ടാമനാണ് ഈ ഒരു അയൺ പില്ലർ ശരിക്കും ഇവിടെ സ്ഥാപിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന ഏകദേശം 23 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ ഒരു അയൺ പില്ലറിന്. 7 മീറ്ററോളം നീട്ടമുണ്ട്. പിന്നെ ഇവിടെ ഉള്ള ഗേറ്റുകളൊക്കെ ഉണ്ടല്ലോ, കുറേയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയി. എന്നാലും ഇതിലൊക്കെ ഒരു പണികളും കാര്യങ്ങളൊക്കെ നോക്കി അടിപൊളിയാണ്. ഇതുണ്ടല്ലേ ഫുള്ളായിട്ട് നല്ല കിട്ടിലിനായിട്ട് കുത്തുപണികൾ നിൽക്കുന്നത്. ഫുള്ള് കല്ലാണ്, റെഡ് സാൻഡ് സ്റ്റോൺ. അത് തന്നെ റെഡ് സാൻഡ് സ്റ്റോണിനാണ് ഫുള്ളായിട്ട് ബിൽഡ് ചെയ്യുന്നത്. പിന്നെ മാർബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ ഇവിടെയൊക്കെ തന്നെ ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര വൈഡാണ്. പിന്നെ അപ്പുറമൊക്കെ മാറി കുറേ ടോമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുത്തബ് മിനാറിന്. ഇപ്പോൾ ഏകദേശം 6 മണി 6:30 7 മണിയോട് കൂടി ആറായിട്ടുണ്ട്. അപ്പം തന്നെ ഇവിടെ നിന്ന് എല്ലാവരും തന്നെ പേർക്കിടും. പിന്നെ ഇതിൻ്റെ ചോട്ടിലും കാര്യങ്ങളൊക്കെ ഒരു ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് തെളിയിട്ട് കണ്ടില്ല. ഇതൊക്കെ ലൈറ്റാണ്. ഇവിടെ കുത്തബ് മിനാറിൻ്റെ ഇവിടെ ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ലൈറ്റൊക്കെ ഓണാക്കി കഴിയുമ്പോഴത്തേക്കും വൈറ്റ് ഫുള്ളായിട്ട് കളറ് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അതായത് റെഡ് കളറുള്ള സാൻഡ് സ്റ്റോണും കൂടി ആയതുകൊണ്ട് തന്നെ കുത്തബ് മിനാർ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും വൈറ്റ്. സാനേ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞോ? വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കണം. അപ്പോൾ ഇതേ കുത്തബ് മിനാറിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ ഓണാണ്. അതേ മുകളിലായിട്ട് 5 പില്ലറില്ല, 1 2 3 4. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ആ പില്ലറിൻ്റെ അവിടെ ലൈറ്റ് ഉണ്ട്. പിന്നെ ദേവിടെ പില്ലർ ലൈറ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും ചോട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മൊത്തം ലൈറ്റ് ഇട്ട്. ലൈറ്റ് ഇടുമ്പോൾ പൊളിയല്ലേ? 7 മണിയല്ലേ? 7 മണിയായ നാട്ടിലൊരു 5:30 ഫീൽ ആട്ടോ ശരിക്കും. ഇവിടെ ഡൽഹിയിൽ പയ്യെ ഇരുട്ടാവുള്ളൂ അല്ലേ?
പക്ഷേ രാവിലെ ഇതുപോലെ ഫോട്ടോസ് കിട്ടുന്നുണ്ട് ഇവിടുത്തെ സെക്യൂരിറ്റി. ഫോട്ടോ പുള്ളിക്ക് അറിയാം എവിടെ നിന്നാൽ നല്ല കിടില ഫോട്ടോ കിട്ടും. തന്നിട്ടുണ്ട്. പക്ഷേ പുള്ളി 50 രൂപ മേടിച്ചിട്ടാ. 50 രൂപ മേടിച്ചോ? ടിപ്പ് കൊടുത്തു. ആശാൻ റിച്ചാണല്ലോ പിന്നെ. ഈ ഇതിനകത്ത് മുഴുവൻ കാശടാ. പതിനകത്തല്ലേ പൈസ 1000-ന്റെ. അപ്പോൾ ഇനി അപ്പുറം ടോമ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുത്തെ എല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന. ഗാർഡനിങ് ആണ് എല്ലാം ആണെങ്കിലും തന്നെ ഇപ്പോഴും നല്ല പണി കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോഴും പണി നടന്നു. ഇപ്പം അങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പുറ സൈഡിൽ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. കാരണം അങ്ങോട്ട് ഇപ്പോഴും പണി കിടക്കുന്നുണ്ട്. ഇല്ലടാ, നമ്മളവിടെ കണ്ടില്ലായിരുന്നോ പുതിയതായിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ. പിന്നെ നമുക്ക് ഇവിടെ മറ്റേ ആഗ്ര താജ്മഹൽ പോലെ ഗൈഡും കാര്യങ്ങളും കിട്ടും. 100 കൊടുത്ത ഗൈഡും കാര്യങ്ങളും കിട്ടും. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരൊന്നുമില്ല ഇതിനെ കുറിച്ചല്ലേ. പറയാനൊന്നുമില്ല, നമുക്ക് കയറി കാണാമെന്നുള്ള. അല്ലാതെ അതെ, എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നല്ല കിടില സ്പോട്ടാണ്. നമുക്ക് ഞാൻ ടോമിനെ അങ്ങോട്ട് പോകാം. ബാസനെ കമാ ലെറ്റ്സ് ഗോ. ഉണ്ടല്ലോ ഫുള്ള് ചുമ്മാ ഭയങ്കര സൈസുള്ള മതിലുകളും കോട്ടകളും കാര്യങ്ങളാട്ടോ കേട്ടോ. ഇതന്നെ ശന ഇത് എന്താ നടന്നു? ഇതിലൊരു താഴത്തോടെ വെള്ളം പോകുന്ന സംഭവമുണ്ട്. ഇവിടെ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ഒന്നും ഓണാൻ കിട്ടില്ല കേട്ടോ. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫുള്ള് ഗ്ലോ ആയിട്ട് നിൽക്കും. നമുക്കൊരു 4-5 കിലോമീറ്ററിന് അപ്പുറത്ത് നമുക്ക് കുത്തമിനാർ കാണാൻ പറ്റും ശരിക്കും അല്ലേ, ഇതിൻ്റെ പില്ലറിൻ്റെ ഹൈറ്റ് കാരണം. അതല്ല പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന റൂമിൻ്റെ തൊട്ട് മേളിൽ കയറി കഴിഞ്ഞാൽ വ്യൂ രാത്രിയിൽ പൊളിയാ. വേണ്ടല്ലേ ഇവിടുന്ന് എടുത്താലും അടിപൊളി ഫ്രെയിമുകളാണ് കണ്ടല്ലേ. കുത്തമിനാർ പൊളിയാണ്, ഒരു രക്ഷയില്ല. കോട്ടയക്കത്തൊക്കെ ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. പിന്നെ കമോ ഇതാണ് നമ്മുടെ ടോംബ്. അപ്പോൾ ചെറിയൊരു പണി കിട്ടി അടച്ചല്ലേ സാനെ? സമയം കഴിഞ്ഞു, ഓൾറെഡി ലേറ്റ് ആണെന്ന്. അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ ഒരു ടോംബാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ പോയില്ലേ, അതായത് ഹ്യൂമൻസ് ടോംബ് പോയില്ലേ, അവിടുത്തെ പോലത്തെ 1-2 ടോംബുകളും കാര്യങ്ങളും അകത്തുണ്ട്. പിന്നെ അവിടെ 2 ടോംബുകളും കാര്യങ്ങളുണ്ട്. അപ്പം അടച്ചു സമയം കഴിഞ്ഞു. അപ്പോൾ അതെ ഇതാണ് ഐറ്റം. ലൈറ്റ് ഇട്ടിട്ട് കുത്തമിനാർ കാണുന്ന ഒരു വേറെ ഭംഗിയാണ്. പകൽ കാണുന്ന പോലെ അല്ല, ലൈറ്റ് ഇട്ടാണ് ശരിക്കും കുത്തമിനാർ കാണേണ്ടത്. അപ്പോൾ ഇതുണ്ടല്ലേ ഓരോ പില്ലറിൻ്റെ ചോട്ടിക്കടെ ഒരു ലൈറ്റാണ് വെച്ചങ്ങനെ. ഏറ്റവും മുകളിൽ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടല്ലേ ഫുള്ള് ലൈറ്റ് മുഴുവൻ നമ്മുടെ ആ ഒരു യെല്ലോ കളർ ലൈറ്റാണ് വെച്ചേക്കുന്നത്. പിന്നെ റെഡ് കളർ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഭയങ്കര പൊളിയായിട്ടാണ് ഇരിക്കണേ. ഇപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു വാതിലേക്കൂടെ നേരത്തെ മുകളിലോട്ട് നമ്മൾ കയറിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം നിലവിൽ മുകളിലോട്ട് എൻട്രിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ഫ്ലൈറ്റ് വന്നില്ല. ഒരു ഫ്ലൈറ്റ് നിങ്ങൾ കുത്തമിനാറിൻ്റെ ഇതിലേ പോകുന്നു നോക്കുകയാണേ. അപ്പുറത്താണ് കുറച്ചായിട്ട് ഇവിടെ വന്നത്. തൊട്ട് മേളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഒരു ടവറിനോട് നീട്ടത്തിൽ പോകത്തിലായിരിക്കും ചിലപ്പോൾ. അത് പോകണം ചിലപ്പോൾ അത്രയും പോകുമ്പോൾ ഹൈറ്റ് കൊണ്ട് കാണത്തില്ല. അപ്പം നമ്മൾ എന്തായാലും കുത്തമിനാറിൻ്റെ ഇവിടെ നിന്ന് പോകണം.